ADGP എം.ആർ. അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടി. പോലീസ് ആസ്ഥാനത്ത് DGPയുടെ നേതൃത്വത്തിൽ ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ യോഗം നടക്കുന്നു. ഇതിനിടെ ADGPക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ നവാസ് പരാതിയും നൽകിയിട്ടുണ്ട്. അനന്തശം വിവരങ്ങളുമായുണ്ട്. ഒപ്പം തന്നെ അരുൺ അമർനാഥും. അനന്തൻ, ADGP എം.ആർ. അജിത് കുമാർ നേരത്തെയും നടപടികൾ ഉണ്ടായപ്പോൾ പിന്നീട് തിരിച്ചു വന്നത് കൂടുതൽ ശക്തനായ സ്ഥാനത്തേക്കാണ്. ഈ DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്ന എത്ര സമയത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ്? കടുത്ത ഒരു നടപടിയുടെ സൂചനകളുണ്ടോ? ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ദിവിഷ്. മുഖ്യമന്ത്രി ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബിനോട് ഈ സംഭവവികാസങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്ത് ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. DGP തന്നെയാണ് യോഗം വിളിച്ചത്. ആ യോഗം അവസാനിച്ചു. അതിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളാകും ആ യോഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടാവുക. ഏതായാലും ഗുരുതരമായ പരാമർശങ്ങൾ അടക്കമുള്ള ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പം പോലീസ് തലപ്പത്തും ഒപ്പം തന്നെ സർക്കാർ തലത്തിലുമുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ നാളെ ഒരു നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും ഗൗരവമായ കാര്യം ADGPക്കെതിരെ സ്വർണ്ണക്കടത്ത് മാഫിയ ബന്ധം, കൊലപാതകം അടക്കമുള്ള സാമ്പത്തിക ഇടപാട് അടക്കമുള്ള കാര്യങ്ങളാണ് ഒരു ഭരണപക്ഷ MLA ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ രീതിയിലാണ് ഇനി മറ്റ് നടപടികൾ വരിക? ആരെങ്കിലും കോടതിയിൽ പോവുകയാണെങ്കിൽ അതും മറ്റൊരു നിയമ നടപടിയിലേക്ക് വഴിയൊരുക്കും. അത്തരം ആശങ്കകൾ കൂടി ഉണ്ട്. ഇപ്പോൾ നിലവിൽ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇമെയിൽ പരാതി DGPക്ക് ലഭിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തനായ പായിച്ചർ നവാസാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെ 8 കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഈ കത്തിൽ പറയുന്നത്. ഈ CBI അന്വേഷണത്തിന് വിധേയമാക്കണമെന്നാണ് പറയുന്നത്. അതിൽ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മുംബൈ അധോലോകവുമായി ADGPക്കുള്ള ബന്ധം അടക്കം അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഈ അന്വേഷണം നടക്കുമ്പോൾ എം.ആർ. അജിത് കുമാറിനെ DGP ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ പരാതിയിൽ എടുത്തു പറയുന്നുണ്ട്. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ADGP എം.ആർ. അജിത് കുമാറിനെതിരെ നടപടികൾ വരുമോ എന്നതാണ് ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും DGPയോട് മുഖ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.